സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര മാനസികാരോഗ്യ പദ്ധതിക്ക് പട്ടാമ്പിയിൽ തുടക്കം. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിലാണ് മാനസമിത്ര എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൗജന്യ ശില്പശാല ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പിന്തുണ ഉറപ്പിക്കാനുമാണ് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ മാനസമിത്ര പദ്ധതി രൂപീകരിച്ചത്. ഇതിലൂടെ യുവാക്കളിലെ ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, ഡിജിറ്റൽ അഡിക്ഷൻ, ലഹരി എന്നീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൗജന്യ ശില്പശാലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 40 ഉദ്യോഗാർത്ഥികൾക്ക് 2 ദിവസം വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും. മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്കണ്ഠ അടക്കമുള്ള മറ്റു പലതരത്തിലുള്ള സ്ട്രെസ് കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആത്മഹത്യ പ്രവണത, ഡിജിറ്റൽ അഡിക്ഷൻ അടക്കമുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാനും പിന്നെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് വരാതിരിക്കാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവനവന്റെ വൾണറബിലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം എക്യുപ്പ് ചെയ്യാനും കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ യൂത്തിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാനസമിത്ര എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കോൾ കേരളയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. 11 സ്കൂളുകളിലാണ് സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്ര പദ്ധതി നടപ്പിലാക്കുക. സംസ്ഥാനത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, സ്കോൾ കേരള ഉദ്യോഗസ്ഥർ എന്നിവർ ശില്പശാലയിൽ പരിശീലനം നൽകും. കോഴിക്കോട് മുൻ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അംഗീകരിച്ച സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് പരിശീലനം. ന്യൂസ് 18 പാലക്കാട്.